മലബാർ ടു ലണ്ടൻ. ഇത് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം എൻ്റെ ശങ്കം വിസ ഉണ്ടായിരുന്നു. I'm traveling very much. I like to, but I have a family. It's difficult somewhere to go. Yeah. I tried my best. ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. Okay. Well, good name. nice Your to good meet name? you. Good name? I'm Alexandru. Alexandru. Yeah. My name is Iqbal. I'm IQ traveler. പാലസ് ആണ്, പഴയ പാലസ് ആണ് ഇത്. പാരീസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നുമല്ല. അത് വലിയൊരു സംഭവമാണ്. ക്രെറ്റിലെ ഒരു മെയിൻ ഏരിയയിലെ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്ന ഈ കനാലിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ. ഇവിടുത്തെ മാളുകളുടെ കാര്യമൊക്കെ വളരെ ശോകമാണ് കേട്ടോ. എന്താ ഉണ്ടാക്കി വെച്ചത്? ഇത് എത്ര വർഷമായി, ഇനി എത്ര വർഷം നിൽക്കും? ഡ്രാക്കുള ഹോമാണ് കേട്ടോ, ഡ്രാക്കുള ഹോം. ഹായ്, വെൽക്കം ടു റുമാനിയ. അപ്പം നമ്മളെ 4ാമത്തെ രാജ്യമായ റുമാനിയയിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ റുമാനിയയിലെ നമ്മളെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ബോട്ടിക്യൂ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ എൻട്രി 12 മണിക്കേ ശേഷമേ കിട്ടുള്ളൂ. രാവിലെ തന്നെ വന്നതുകൊണ്ട് അവരൊന്ന് ഫ്രഷ് ആവാനുള്ള സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്രയിലെ 4ാമത്തെ രാജ്യമായ റുമാനിയയിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് റുമാനിയൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം നമ്മൾ റുമാനിയയിലേക്ക് കാലത്ത് തന്നെ എത്തി. ഇവിടെ എത്തി നമ്മൾ നേരെ ഹോസ്റ്റലിൽ എത്തിയത് കേട്ടോ. പുലർച്ചയ്ക്ക് ഹോസ്റ്റലിൽ വന്നു. അപ്പം നമ്മൾ ഹോസ്റ്റലിലെ കാഴ്ചകളും അതേപോലെ റുമാനിയൻ്റെ പാർലമെൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിനി തുടർന്ന് റുമാനിയൻ്റെ കാണാനുണ്ട്. അപ്പം നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക്, റുമാനിയൻ എപ്പിസോഡിലേക്ക്, എൻ്റെ 63ാമത്തെ രാജ്യം കൂടിയാണ് റുമാനിയ. അപ്പം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറഞ്ഞ കാഴ്ചകൾ, റുമാനിയൻ്റെ ചരിത്രങ്ങളും കാഴ്ചകളുമുള്ള ഒരു എപ്പിസോഡായിരിക്കും. അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെൽക്കം റുമാനിയ. അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്റ്റലിലെ കിച്ചന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടോ. ഇത് വേണമെങ്കിൽ ഇത് കോൺഫ്ലെക്സിൻ്റെ യൂസ് ചെയ്യാം. ചീസ്, മറ്റേ ഇതൊരു മധുരത്തിൻ്റെതാണ്, ബ്രെഡ്, കോഴിമുട്ട പുഴുങ്ങിയത്, കണ്ടില്ലേ, സലാഡ്സ്, ആപ്പിൾ. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്ക് നമ്മളെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ഉപയോഗിക്കാനുള്ള ചീസ് പോലത്തെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാം. ഇത് നമ്മളെ കോഫീസിൻ്റെ സെൻറ്റർ, കോഫീൻ്റെത് സംഭവം. ഇങ്ങനെയാണ് നമ്മളെ ഇതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അത് നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം ഞാൻ 9 യൂറോനാണ് ഇവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തത്, റൂംസ് ബുക്ക് ചെയ്തത് ഒരു ദിവസത്തേക്ക്. അതിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡാണ്. ഇതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇതാണ് എൻ്റെ ബഡ്ജറ്റ് ട്രിപ്പിൽ ഞാൻ പ്രത്യേകം നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സാധനമാണ്. ഞാൻ ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം. ഇപ്പം എനിക്ക് ഫസ്റ്റിൽ ഇപ്പം ഞാൻ എടുത്തതാണ്. ഇനി ആവശ്യമുള്ള എത്ര വേണമെങ്കിലും എടുക്കാം. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ എടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേട്ടോ അത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഴിമുട്ട കഴിക്കുകയാണ് കേട്ടോ. കോഴിമുട്ട എല്ലാ സ്ഥലത്തും ഉണ്ടാവും. യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും കോഴിമുട്ട ഉണ്ടാവും. ഒരു കോഴിമുട്ട എന്തായാലും ഉണ്ടാവും, 2 കോഴിമുട്ട കഴിക്കാം. കോഫി എന്തായാലും ഉണ്ടാവും, സലാഡ്സ് എന്തായാലും ഉണ്ടാവും. ഇതേപോലെ ഉണ്ടാവും. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഇഷ്യൂസ് വരില്ല. നമ്മളവിടെ കഴിക്കുന്ന പോലെ ഇതൊക്കെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സിറ്റി ടൂറിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ റൊമാനിയയിൽ നമ്മൾ ബുക്കറസ്റ്റിൽ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഈ ഹോസ്റ്റലിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. തുർക്കിഷാണ്, പക്ഷേ സെറ്റിൽ ബെൽജിയത്തിലാട്ടോ ആള്. യുവർ ഗുഡ് നെയിം പ്ലീസ് ബ്രദർ? അൽഫർ. ഓക്കെ, അപ്പോൾ തുർക്കിക്കാരനാണ്, പക്ഷേ ബെൽജിയത്തിൽ സെറ്റിലാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പരിചയപ്പെട്ട് ഒരുമിച്ച് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ആള് ഒരു ട്രാവലറും കൂടിയാണ്. You can say anything about From here? From here, any your mind? I visit first time here. Okay. I enjoyed here, but it's not so special. I've been last year Balkan, like a little bit like you feel like Yugoslav. Okay. Like North Macedonia, Skopje. It's big building, but there is not special like history. You enjoy? Yeah, but you need 2 days. You know about more than enough, I think. Okay, you know about India? I wasn't know, but my friends are like some YouTubers are visiting India. You don't know about India? I have a friend from in Belgium. He have a night shop.
It's Night a shop. Night shop. The night shop is from India. India is a big country, Is big. too much people. I think In is the how world, many population is more than a million? 150 more than 150 million more than China 140 only. Biggest country is Now, India yeah. now. Now population first India. But I heard there's like 2050, like 200 Yeah, K. yeah, of course. Welcome India. Thank you. I will come. I will ask. I will give you my contact. I have a resort, everything. You Yeah. can stay there. Everything Thank I will you. control you. Maybe one day. I'm traveling very much like. You like. Yeah, I like to, but I have a family. It's difficult somewhere to go. Yeah. I tried my best. It has become a chance you Yeah. can use it. Yeah. But now we are friends. Yeah. We communicate all time. Any chances we do help You come together. to Belgium, I can help you. Yes. When you come Belgium? Last 4 months ago. You've been Brussels. Yeah, I mean Brussels. Brussels. Yeah. Did you been 2 days. Did you been Brussels or Antwerpen, Ghent, Bruges? No, I'm only Brussels. Only Brussels. 2 days. 2 days. Paris, Brussels, London, like this trip. By You ship. must- you By must- ship I came. You must visit Bruges. Okay, next time, inshallah. Bruges is beautiful. Brussels, inshallah. Okay, brother. Thank you. Thank you. Thank you very much. Nice We to will meet meet you. again. Thank you. അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്റ്റൽ കേട്ടോ, നെസ്റ്റ് ബോട്ടിക്യൂ ഹോസ്റ്റൽ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ല, അടിപൊളി ഫെസിലിറ്റിയാണ്. റൂംസ്, കാര്യങ്ങൾ, അതിൻ്റെ ഓരോരോ രാജ്യത്തിൻ്റെ ക്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് റിസപ്ഷനാണ്. അപ്പം ഇവിടുന്ന് എന്താ നമുക്കിതാണ് സെക്യൂരിറ്റി ഡോർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, ഹോസ്റ്റലിൽ നിന്നും. അപ്പോൾ നമ്മൾ സിറ്റി കാഴ്ചയിലേക്ക് പോവുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഹോസ്റ്റലിൻ്റെ എൻട്രിയാണ് കേട്ടോ. ഒരു പഴയ ബിൽഡിംഗ് ആണ്, പക്ഷേ ഉള്ളിലൊക്കെ അടിപൊളി സെറ്റപ്പ് കേട്ടോ. നമ്മളെ ഹോസ്റ്റലിലെ എൻട്രിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പം നമ്മളെ റുമാനിയയിലെ ബുക്കറസ്റ്റിലെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സിറ്റീൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇവിടെ എല്ലാ സ്ഥലത്തെയും പോലെ ട്രാമും ഒക്കെ കാണുന്നുണ്ട്. ട്രാമിൻ്റെ റോഡും കാർ റോഡും. ഇത് യൂറോപ്പിൽ നമ്മൾ, പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പിൽ നമ്മൾ കാണുന്ന വർഷങ്ങളായിട്ട് 50 or 100 വർഷങ്ങളുടെ പഴക്കമുള്ള ട്രാമും ട്രാമിൻ്റെ ട്രാക്കും ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് റുമാനിയയിൽ. ഇനി നമ്മൾ സിറ്റീൻ്റെ കാഴ്ചകളിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്കറസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു ട്രാക്കിൽ സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്ന കാഴ്ച, രാവിലെ തന്നെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഷോപ്പുകൾ ഏരിയയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ്, കോഫി ഇങ്ങനെ നിന്നും നടന്നും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മെട്രോ, ഈ സിറ്റീൻ്റെ ഇടയിൽ മെട്രോ ഉണ്ട്. ഇതാണ് മെട്രോൻ്റെ റോള്. മെട്രോയിലേക്കുള്ള നമ്മൾ ഇവിടെ കണ്ടതുപോലെ തന്നെ, ഇവിടെ നമ്മൾ ബൾഗേറിയയിൽ കണ്ടതുപോലെ തന്നെ ഇതേപോലത്തെ ട്രാക്കാണ്. ഈ 50 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സിറ്റികളൊക്കെ തന്നെ ഇതേ രീതിയിലാണ് യൂറോപ്പിലൊക്കെ മെട്രോ ഉള്ളത്. ആ കാലഘട്ടത്തിൽ, സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇത് മെട്രോസൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് ബുക്കറസ്റ്റിൻ്റെ പഴയ സിറ്റിയാണ്. ഇവിടെയാണ് പാർലമെൻറ്റ്, അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പേ തന്നെയുള്ള ഒരുപാട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ സിറ്റീൻ്റെ അകത്ത് തന്നെ ഇതേപോലെ നമ്മളൊരു വാട്ടർ ഇതുണ്ട്. ഇതൊന്നും ബോട്ടിങ്ങിനൊന്നും യൂസ് ചെയ്യുന്നില്ല. വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഒരു കനാല് ആണെന്നാണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ, നമ്മൾ ചൈന പോലെ സ്പീഡൊന്നും ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ സ്ലോയിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് നടക്കുകയാണ്. -2 ആണ് ഇവിടെ കേട്ടോ. ഇന്നലെ നമ്മൾ കണ്ടത് ഇവിടെ സോഫിയയിൽ നമുക്കുണ്ടായിരുന്നത് -7 ആയിരുന്നു. 9 വരെ പോയി. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ അവിടെ ബൾഗേറിയയിൽ നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ലേശം കുറവുണ്ട് ഇവിടെ തണുപ്പിന്. അപ്പം -2 ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ചരിത്രപ്രധാനമായ കുറേ സ്ഥലങ്ങളാണ് നമുക്ക് ബുക്കറസ്റ്റിൽ ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത്. ഇവിടെ ഓരോരോ ബിൽഡിങ്ങുകൾ, ഇവിടെ ചരിത്രപ്രധാനം എന്താണെന്നറിയില്ല. എന്തായാലും ബൾഗേറിയനെക്കാളും കുറച്ചുകൂടിയും വൃത്തിയും സെറ്റപ്പും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ഈ ഒരു ബിൽഡിങ് എന്താണെന്നുള്ളത് നോക്കാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന ബിൽഡിങ്ങുകൾ എന്താണെന്നറിയാനുള്ളൊരു ജിജ്ഞാസയിൽ. ചിലപ്പം പ്രധാനപ്പെട്ട എന്തെങ്കിലും സ്ഥലങ്ങളായിരിക്കും. നമുക്കൊന്ന്
ഇത് ബുക്കറസ്റ്റിലെ ഓൾഡ് സിറ്റിയിൽ ഒരു ചരിത്രപ്രധാനമായ ഒരു ചർച്ചാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ ചർച്ചിൻ്റെ സിഗ്നൽ. അപ്പോൾ നമുക്ക് റുമാനിയൻ്റെ ഫ്ലാഗും വേറെ എന്തോ ഒരു ഫ്ലാഗും കൂടി അവിടെ ഉണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ പഴയ ചരിത്രങ്ങളുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഗ്രീക്കിലാണ് അധികവും എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വായിച്ചാൽ അതിൻ്റെ മോണുമെൻറ്റ് ഹിസ്റ്റോറിക് മോണുമെൻ്റ് ആണിത്. നമുക്കൊന്ന് കയറി നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളാണ് ചെയറിലിരുന്നിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ ലൈറ്റുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിരുന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഡൊണേഷൻ വേണമെങ്കിൽ അങ്ങനത്തതൊക്കെ ചെയ്യുന്നുണ്ട്. ഡൊണേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനൻ്റെ ഗ്രീക്കിൻ്റെ സ്റ്റൈലുള്ള ഒരു പ്രാർത്ഥനയാണ്, പക്ഷേ ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും ചേഞ്ചിങ്ങും ഒക്കെ നടക്കുക കേട്ടോ. പഴയ സംഗതികൾ തന്നെ ആൾക്കാർ വന്ന് മുട്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടത്തിലുള്ള ഓരോ പ്രാർത്ഥനകളാണ് മുട്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. ഇതിന് ഓരോന്നിനും മറിയം, യേശു എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇത്തരം സ്ഥലങ്ങളിലാണ് ഇവർ വന്നിട്ട് മുത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മുത്തുന്ന സിസ്റ്റം കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് പ്രയറിനുള്ള ക്ലാസും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വരിയായിട്ട് ആൾക്കാർ നിന്നിട്ട് അതിൻ്റെ ഇതെടുത്തിട്ട് പഴക്കും. ആന്റോണിയോ, ഓക്കെ, താങ്ക് യു. ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് കേട്ടോ. നാളെ എന്തോ ഒരു ഇതിൻ്റെ പ്രാർത്ഥന ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ലൈറ്റ് ഉണ്ടല്ല, പ്രധാനപ്പെട്ട ലൈറ്റ്. ആൾക്കാരൊക്കെ വളരെയധികം ആൾക്കാരുണ്ട്, വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. ഇവിടെ വയസ്സായിട്ടുള്ള ആൾക്കാർ അവിടുന്ന് പ്രാർത്ഥിച്ച് വരുന്നുണ്ട് ആൾക്കാർ. താങ്ക് യു. ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി. ഈ ചർച്ചകളിൽ ഇവർക്ക് വിശ്വാസമുള്ളവർക്ക് ഭയങ്കര വിശ്വാസം തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ള കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസമുള്ള ആൾക്കാർക്ക് നല്ല വിശ്വാസം തന്നെ ഉണ്ട് കാര്യങ്ങൾക്ക്. 1559 സെൻറ്റ് ആൻ്റണീസിൻ്റെ ചർച്ചാണിത്, സെൻറ്റ് ആൻ്റണീസ്. അപ്പോൾ നമ്മൾ ബൾഗേറിയയിൽ കണ്ടതും വേറെ ആയിരുന്നു, എന്തായിരുന്നു, അലക്സാണ്ടർ അങ്ങനെ എന്തോ ആയിരുന്നു അല്ലേ. അപ്പോൾ ഓരോരോ ആൾക്കാർ ആ കാലഘട്ടത്തിലുള്ള മതപുരോഹിതരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവർ ഭരണകാലങ്ങളിൽ അവർ നിർമ്മിച്ചതായിരിക്കും. നമ്മളെ തുർക്ക്മാൻ്റെ ഇതിൽ പറയുന്നത് പോലെ, അതായത് നമ്മളെ ഒട്ടമൻ കാലഘട്ടത്തിലെ ഓരോരോ ആൾക്കാരെ പറയുന്നത് പോലെ ഇവർക്കും ഇവരെ കാലഘട്ടത്തിലെ ഭരണത്തിൽ ഇതേപോലെ ക്രിസ്ത്യാനിറ്റീനെ ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് ഇവിടെ യൂറോപ്പിൽ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും. അവരെന്തോ ഒരു ആഘോഷം നാളെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നത് അവർ. അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ വന്ന് അറ്റൻഡ് ചെയ്യാം, വലിയ പരിപാടിയൊക്കെ ആണെങ്കിൽ. ഇത് നമ്മൾ പുരാതന യൂറോപ്പിൽ കാണുന്നത് പോലെ തന്നെ ഇതേപോലെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനും ഇവർക്ക് എന്താ പറയുക ചർച്ചകൾ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മുമ്പുണ്ടാക്കിയിട്ടതാണിത്. പോലീഷ്യ ലൊക്കാല, ഇങ്ങനെയാണ് ഇവിടുത്തെ പോലീസിനെ പറ്റിയിട്ട് എഴുതുന്നത് കേട്ടോ. പോലീഷ്യ ലൊക്കാല എന്നാണ് ഇവർ പറയുന്നത്. ലോക്കൽ പോലീസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമ്മൾ ഡസ്റ്ററാണ് ഇവരെ വണ്ടി അധികവും കാണുന്നത്. ഇവിടെ ഡസ്റ്ററാണ് അധിക വണ്ടിയും കാണുന്നത് പോലീസിൻ്റെ. നമ്മളെ നാട്ടിലിപ്പം ഇതേപോലത്തെ കല്ലുകൾ നമ്മൾ വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. കാരണം ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റത്തിൽ റൗണ്ട് പോലെ ഒരു ഡിസൈൻ ആക്കിയിട്ട് വളരെ കുറവ് ആൾക്കാരാണ് ചെയ്യുന്നത്. പക്ഷെ ഉണ്ട്. അപ്പോൾ ഇതിന് ലൈഫ് ഉണ്ടാവും കേട്ടോ. സത്യത്തിൽ വെള്ളം ഇറങ്ങുകയും ചെയ്യും, പിന്നെ നല്ല ലൈഫും കാണുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കുമല്ലോ ഇത്. അപ്പോൾ നമുക്ക് ഇതൊരു വിജയമായിട്ടാണ് കാണുന്നത്. ഇനി ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ ഇത് ബെറ്റർ ആയിരിക്കാം. അപ്പോൾ നമുക്കിവിടെ കാർഡുണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാനുള്ള. ഈ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഹവേഴ്സിന് 20 റൊമാനിയനാണ്. 20 റൊമാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും നമുക്ക്? 18 ചില്ലറ വരും ഒരു റൊമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആകെ വരുന്നത് 300 ചില്ലാനം രൂപയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ആകെ 300 ചില്ലാൻ രൂപയാണ്. നമുക്ക് ഇവിടെ കാർഡ് അവർ പൈസ എടുത്തുന്നില്ല, പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് മെട്രോയിൽ ബസ്സിൽ എല്ലാം നാളെ 24 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നല്ല റേറ്റുമാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഹലോ താങ്ക് യു അമ്മച്ചീൻ്റെ അടുത്തുനിന്ന് നമുക്കിതാ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കാർഡ്
ഇത് നമുക്ക് ബസ്സിലും കാര്യത്തിലൊക്കെ നടക്കാനുള്ള ഒരു യാത്ര ചെയ്യാനുള്ള 24 മണിക്കൂറുണ്ട്. അപ്പം നമ്മളെ ടൈമിങ്ങിന് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസ്സാണിത്. ഇത് നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്, അതിനെക്കൊണ്ട് തന്നെ ഐസ് ഇല്ല, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട്. ഈ ചൂട് കൂടി അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് കേട്ടോ. ബൾഗേറിയ പോലെയല്ല നമുക്ക്. ഇത് മെയിൻ സ്ക്വയറാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ മെട്രോൻ്റെ പാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് മെട്രോയിലൊക്കെ പോവാം. ഇവിടെ വലിയൊരു മോള് കാണുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം എന്താണ് മോളിൻ്റെ കാഴ്ചകൾ എന്നുള്ളത്. നമ്മൾ ഈ പ്രാവശ്യം വന്ന യൂറോപ്യൻ കൺട്രീസിൽ തുർക്കി ആയിക്കോട്ടെ, ബൾഗേറിയ ആയിക്കോട്ടെ, റൊമാനിയ ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഒരു മീഡിയം ടൈപ്പ് ഓഫ് വാഹനങ്ങളാട്ടോ. സാധാരണ വാഹനങ്ങളും ഉണ്ടാവും, കുറച്ച് റെയറായിട്ട് ലക്ഷറി വാഹനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ ബസ്സുകളാണ്. എവിടേക്കാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യം തന്നെ ഈ മോളിൽ പോയതിൻ്റെ ശേഷം മോളിൻ്റെ സംഗതികൾ കണ്ടതിന് ശേഷം പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് പാർലമെൻറ്റ് കാണാനുണ്ട്, പിന്നെ പഴയ അതായത് പണ്ടത്തെ പാലസ് കാണാനുണ്ട്, അതൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. എല്ലാ വാഹനത്തിലും നമുക്ക് ബസ്സിലും ട്രാമിലൊക്കെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി അറിയാം. ഈ മോളിലേക്കുള്ള എൻട്രൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു എൻട്രൻസ് ഉള്ളിടത്ത് ക്ലോസ് ആണ്. ഇവിടെ ആൾക്കാർ ഇതാവുന്നുണ്ട്. ഇതൊരു എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. ഇത് ഫുഡിന് മാത്രമുള്ള സ്ഥലമാണോ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഷോപ്പായിട്ട് മുകളിലേക്കുള്ള എൻട്രൻസ് ഇല്ലയെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു താഴത്ത് തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നിന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓരോരോ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മോളിൻ്റെ അകത്ത് മോളുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം. ഡൂഗൽസ് ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ യൂറോ കണ്ടില്ല, 4.95 കേട്ടോ. US ഡോളർ 4.75, 5.67 ലണ്ടൻ്റെ, 5.7 ഫ്രാൻസിൻ്റെ. അപ്പോൾ അങ്ങനെ അല്ല, ഫ്രാൻസിന് യൂറോ ആണല്ലോ. ഓ മറ്റേ ഇതായിരിക്കും, നമ്മളെ സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. അപ്പോൾ ഇവർ കമ്മീഷൻ ഇല്ലാത്ത ഓഫീസാണ്. ഇവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക കേട്ടോ, എക്സ്ചേഞ്ച് ഓഫീസ്. അങ്ങനെയാണ് ഇത്. ബൾഗേറിയയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ബുക്കറസ്റ്റ് വലിയൊരു സിറ്റിയാണ് കേട്ടോ, ഏറ്റവും വലിയ സിറ്റിയാണ്. ഈ ബുക്ക് വായിച്ച് പോയ ആൾക്കാർ അധികവും അങ്ങനത്തെ ആൾക്കാർ ഇസ്രായേലികളായിരിക്കും കേട്ടോ. അതായത് ഇസ്രായേൽ മീൻസ് ജ്യോതിഷ് ആൾക്കാരായിരിക്കും. അവരിങ്ങനെ ബുക്കും വായിച്ച് ഫോട്ടോട്ടിട്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് അധികവും നടക്കുക. ഒരു ഡൗട്ട് പറഞ്ഞാണ്, ഉറപ്പൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ കാണുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പൈറ്റാ ഉനീരി 2 ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്, മെട്രോ 2 എന്ന് പറഞ്ഞിട്ട്. ഇതിലെ ഒന്ന് പോയി നോക്കാം. ബൾഗേറിയയിൽ നമ്മൾ മെട്രോ യൂസ് ചെയ്തില്ല. ചെറിയ മെട്രോ ചെറിയ ആ സിറ്റീൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് മെട്രോ ട്രസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതിനുള്ള സമയവും കിട്ടിയില്ല. സിറ്റി കറങ്ങുമ്പോൾ തന്നെ നമുക്ക് മൊത്തം കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ബുക്കറസ്റ്റിലെ മെട്രോ വേണ്ടി ട്രൈ ചെയ്യാണ്. സ്കാനിങ് അടിച്ചു, നമുക്ക് ഡോർ ഓപ്പൺ ആയിട്ടോ. അപ്പം 24 മണിക്കൂർ നേരത്തേക്ക് യൂസ് ചെയ്യാനുള്ള കാർഡാണ് നമ്മളെ കയ്യിലുള്ളത്. അതൊന്ന് നമ്മൾ ഏത് സ്റ്റേഷൻ എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശാലമായിട്ടാണ് കേട്ടോ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ മെട്രോക്ക് 50-60 വർഷങ്ങളുടെ പഴക്കമുണ്ട്. റഷ്യൻ്റെ ഭരണകാലത്തൊട്ടാണ് ഈ മെട്രോ ഉണ്ടാക്കിയത്. ഇപ്പോഴും നല്ല വൃത്തിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, പക്ഷേ പഴയതാണെന്ന് മാത്രം. നമ്മൾ ബൾഗേറിയയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇതുപോലത്തെ എഴുത്തുകളൊക്കെ കാണുന്നുണ്ട് മെട്രോൻ്റെ അകത്ത്. എന്താ റീസൺ എന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ മെട്രോ 1, മെട്രോ 3 2 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത് പോകാനുള്ളത്. അപ്പോൾ എവിടേക്ക് പോകണം എന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ വെറുതെ മെട്രോ ഒന്ന് യൂസ് ചെയ്യാണ് കേട്ടോ. ഇതുള്ളത് കുറഞ്ഞു വരുന്നുണ്ട് നമ്മളെ വെയിൽ വന്നപ്പോൾ. നല്ല ജനത്തിരക്ക് കാണുന്നുണ്ട്. ട്രെയിനിൻ്റെ ഒരു മാറിക്കയറുന്ന ജംഗ്ഷനാണ് കേട്ടത്. ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷന് ഇതേപോലെ പ്ലാറ്റ്ഫോമാണ്. ഓ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ എയർപോർട്ട് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള ഈ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാം കേട്ടോ. മെട്രോ വരുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ റൊമാനിയ ബുക്കറസ്റ്റിലെ മെട്രോൻ്റെ ട്രാവലാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഷന്. നമ്മളെ സ്റ്റേഷൻ നെയിം കണ്ടോ, പൈറ്റാ ഉനിരി എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ടില്ല, പൈറ്റാ ഉനിരി. നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പാർലമെൻറ്റിൽ പോകട്ടോ.
പാർലമെൻറ്റിൻ്റെ വ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇസ്വോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇസ്വോർ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ മെട്രോയിൽ. ഇത് ഇപ്പോഴത്തെ ടൈപ്പ് ട്രെയിനല്ല, ഒരു 25 വർഷം ഒക്കെ പഴക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 20-25 വർഷം. ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ട്രെയിനിൻ്റെ സംഭവം തന്നെ കേട്ടോ. ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ അതേ മെട്രോൻ്റെ അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ മെട്രോക്കൊക്കെ ഇവിടെ ഡിജിറ്റലായിട്ട് നമുക്ക് കാണിക്കും എല്ലാം. ഇതിന് നമുക്ക് ഡിജിറ്റൽ ഇല്ലാത്തത് ഒരു 20-25 വർഷം മുന്നേ ആയതുകൊണ്ടാണ്. ഒരു 10 വർഷത്തിൻ്റെ ശേഷം വന്ന മെട്രോസിനൊക്കെ ഡിജിറ്റൽ എഴുത്തുകൾ ഉണ്ടാവും കേട്ടോ. ഇവരുടെ ഭാഷ നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല കേട്ടോ. വലിയ വ്യത്യാസമുണ്ട്. തുർക്കിഷുമായിട്ടൊന്നും ഒരു ടച്ച് കാണുന്നില്ല. തുർക്കിഷ് പിന്നെ ഇതേപോലെ നമുക്ക് ഫ്രഞ്ച് അങ്ങനത്തെ ഭാഷകളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. ഇതൊന്നും മനസ്സിലാവാത്തൊരു ഭാഷയാണ്. ഇങ്ങനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു റഷ്യ ആയിട്ടുള്ള ഒരു ടച്ച് ആയിരിക്കും. അപ്പോൾ ഇസ്വോർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ഇസ്വോർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമുക്ക് പാർലമെൻറ്റൊക്കെ കാണാനുള്ള വ്യൂവിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മളെ മെട്രോയിൽ വരുന്ന സമയത്ത്. ഫ്രം UK ആണ്. ഹീസ് വർക്കിംഗ് ഇൻ റുമാനിയ. No. I'm born here, yeah, and I'm working in UK because this is better, yeah. Life. Okay, tell me about Well, life of course is better here. You have more fun here. Oh, Here. sorry. Than in UK. In UK, it's always like raining. Yeah, if I was in UK, maybe it was raining today. But here- or cloudy. Here is more sunny. The summer is summer, like in India. It's like really Yeah, hot. India, yes. Maybe not that much moisture. Okay. You know, like humidity in the air, but still, it's like really hot. You can see the road melting. Yes. How old are you? 44. 44. You're looking very beautiful. You know? Thank you. You Caring too. your health. Huh? Well, we have to take care of ourselves, right? Yes, of course. Yeah. Okay. Well, good name. nice Your to good meet name? you. Good name? I'm Alexandru. Alexandru. Yeah. My name is Iqbal. I'm IQ Traveler. It's a YouTuber. Yeah, that's good. I'm That's traveling good. today, yeah. That's good because you see places, yeah. Yeah, so many and places. you learn about other people culture and things like that. Yes. I have like a lot of friends, you know, where I'm working. They are from India. Yeah. Really? Yeah. Very nice. UK have too much. I didn't learn your language because it's a bit like difficult, and we always talk in English at work. Yeah, in UK yeah. always. Yeah. Thank you very much. Thank you. നമ്മൾ ഈ കാണുന്നത് മുമ്പത്തെ പാലസിൻ്റെ ഭാഗമാട്ടോ. നമ്മൾ ഈ ലണ്ടനിലൊക്കെ കാണുന്നത് പോലെ ഇവിടുത്തെ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള സംഭവങ്ങളൊക്കെ വലിയ വിസ്താരമായിരിക്കും. നമ്മൾ ഈ ഓൾഡ് സിറ്റീൻ്റെ പ്രത്യേകത, യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ഈ കാലഘട്ടത്തിലൊന്നുമല്ല, പഴയ കാലഘട്ടത്തിൽ ഇത്രയും ഗാർഡനിങ് വരെ സെറ്റ് ചെയ്തിട്ടായിരിക്കും പാലസും പാർലമെൻറ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം അത് പാർലമെൻറ്റായിട്ട് യൂസ് ചെയ്യാണ്. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാം. അവിടേക്ക് എൻട്രി കിട്ടി. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് കാണാം കേട്ടോ. സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് എങ്ങനെ കാണാമെന്ന് അറിയില്ല. ഇതാണ് നമ്മൾ കാണുന്നത് റൊമാനിയൻ ഫ്ലാഗ്. കണ്ടങ്ങൾ റൊമാനിയൻ്റെ ഫ്ലാഗ്, വലിയൊരു ഫ്ലാഗ് അവിടെ ഉണ്ട്. ഇനി അവിടേക്ക് എൻട്രൻസ് കിട്ടുമെന്ന് നോക്കാം നമുക്ക് കേട്ടോ. എൻട്രൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഇതും. ഇത് പഴയ പാലസാണ് കേട്ടോ. മുമ്പത്തെ പാലസ് ഇവർ പാർലമെൻ്റ് ആക്കിയതാണ്. ഇവിടുത്തെ ചെടികളൊക്കെ ഉണങ്ങി സൈഡായതാട്ടോ. നമ്മളവിടെ വെയിലുള്ളപ്പോൾ ഉണങ്ങുക, അവിടെ തണുപ്പത്താണ് കേട്ടോ. ഇവിടെ സമ്മറിൽ ഇതൊക്കെ നല്ല ഗ്രീനിഷ് ആയിരിക്കും. ഈ ഗാർഡൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ യൂറോപ്പിലെ പഴയ കാലങ്ങളിൽ 400 വർഷം 1500 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സെറ്റ് ചെയ്ത ഒരുപാട് സംഗതികളുണ്ടാവും. ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരികൾ അങ്ങനെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് ആൾക്കാർ കയറുന്ന കാണുന്നുണ്ട്, വാഹനങ്ങൾ വരുന്നതും കാണുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസിങ്ങിനുള്ള സ്ഥലവും കേട്ടോ. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്കാം, പോയി നോക്കാം. ഓക്കെ, എവിടം വരെ കാണാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കാണാം. പാർലമെൻറ്റിൻ്റെ സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് അടിപൊളി സംഗതി കേട്ടോ. ഇത് 800 വർഷങ്ങൾക്ക് മുമ്പോ ആയിട്ടുള്ള സംഗതികളാട്ടോ. അന്നത്തെ പാലസാണ്, പഴയ പാലസാണ്. ഇപ്പോൾ ഇവർ റുമാനിയൻ്റെ പാർലമെൻറ്റായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. പാർലമെൻറ്റ് വേറെയുണ്ട്, പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. എവിടെയാണോ ഇവർ സ്ട്രിക്റ്റ് ആക്കുന്നത് അവിടെ വെച്ച് നമ്മൾ തിരിച്ചു പോരുന്നതായിരിക്കും. ബിൽഡിംഗ് കണ്ടില്ല നിങ്ങൾ. പിന്നെ ഇവിടെ ഗ്രീനിഷ് ഒന്നും കാണാത്തത് നോക്കണ്ട കേട്ടോ. അത് തണുപ്പായി കഴിഞ്ഞാൽ ആ കളറിലേക്കാണ് വരിക.
സമ്മർ ടൈമിന് അടിച്ച് പൊളിച്ചത് ഉഷാറാവും, ഗ്രീനിഷ് വരും. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ അതിലേ നടക്കുന്നത് കാണുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് അലോ ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല. നമുക്കെന്തായാലും കയറി നോക്കാം. ഇവരെ ആർക്കിടെക്ചറിൽ തന്നെ പുതുതായിട്ട് പണിയുന്ന കേട്ടോ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും കുറേ പഴക്കമുള്ളതാണ്. അതിപ്പം പുതുതായിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ചർച്ച്, അതിൻ്റെ ചർച്ചാണ്, ക്രിസ്ത്യൻ്റെ ചർച്ചാണ് ഈ വരുന്നത് പുതിയൊരു കൺസ്ട്രക്ഷനിൽ. ഈ സംഭവമാണ് കേട്ടോ അത്. പുതിയൊരു ചർച്ച് വരികയാണ് ഇവിടെ, കണ്ടില്ല? അതിൻ്റെ മേലെ അതിൻ്റെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് പാലം, അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ കൺസ്ട്രക്ട് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഇത് പഴയ സംഗതിയാണെന്നൊക്കെ വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലോക്കൽ ബസ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകട്ടോ. നമ്മൾ പാർലമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പം തിരിച്ച് വേറൊരു വഴിയിലേക്ക് പോവുകയാണ് പോകുന്നത്. നമ്മൾ ബസ്, ഇവിടുത്തെ ലോക്കൽ ബസ്സിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ സിറ്റീൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോട്ടിലിങ്ങനെ തണുക്കുമ്പോൾ ഇവരിങ്ങനെ പുകട്ടുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. ഈ പുക കണ്ടില്ലേ, ഇത് അടിയിൽ ഇവർ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വരുന്നതാട്ടോ പുക. തണുപ്പ് കൂടുമ്പോൾ ഇടുന്നതാണ്, പക്ഷേ അതൊന്നും ഇവിടെ എഫക്റ്റ് ചെയ്യില്ല. അതിൻ്റെ ചുറ്റുവട്ടം മാത്രമേ എഫക്റ്റ് ചെയ്യൂ. നമ്മൾ ബസ്സിലേക്ക് കയറി കേട്ടോ. ബസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യണമെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. അടിഞ്ഞു. ഇത് യൂറോപ്പിലെല്ലാ സ്ഥലത്തും ഉള്ളൊരു സംഗതി തന്നെ കേട്ടോ. പ്രാവുകൾക്ക് ഒരു ഏരിയ ഉണ്ടാവും എന്തായാലും. സിറ്റീൻ്റെ അകത്ത് ഒരു മരം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ, എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നതല്ലേ. ട്രാം ഇവിടെ അടിപൊളി ട്രാമും ഉണ്ട് കേട്ടോ. പഴയതും ഉണ്ട്, പുതിയത് കണ്ടില്ല നിങ്ങൾ. ട്രാമിലൊന്ന് കയറി നോക്കിയാലോ. ഇത് എവിടെ നിർത്തിയിരിക്കും, ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്കൊന്ന് നോക്കി നോക്കട്ടോ, ട്രാമിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, അപ്പത്തിനൊക്കെ ഇതാ പഴയ ട്രാമും വന്നിക്കുന്ന. എന്തായാലും ഇതിലൊന്ന് കയറിയിട്ടേ ബാക്കി കാര്യം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കാനും റോഡൊന്നും കഴിയുന്നില്ലല്ലോ പഠിച്ചോനെ. നമ്മൾ വെറുതെ കയറാൻ നിൽക്കണ്ടല്ലോ. വൺ ഡേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എല്ലാത്തിലും ഇടിച്ച് കയറാം. ഇന്ത്യക്കാരൻ്റെ സ്വഭാവം കാണിക്കാട്ടോ. ഇന്ത്യക്കാരൻ്റെ സ്വഭാവം കാണിക്കല്ലാണ്ട് നിവൃത്തിയില്ല. ആ ട്രാം പോയി പഴയയിൽ കയറാൻ വിചാരിക്കാം. പഴയത് കാത്തിക്കുന്നുണ്ട് കയറാൻ. നമുക്ക് പഴയയിൽ കയറാം, എന്നിട്ട് പുതിയയിൽ തിരിച്ച് വരാം അല്ലേ. എവിടേക്കാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് കയറി പോവുക. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, ട്രാമിൻ്റെ അകത്ത് കയറിയിരിക്കാം നമുക്ക്. എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഏതായാലും ടിക്കറ്റ് എടുത്താൽ ഓക്കെ. നമ്മൾ പഴയ വഞ്ചി സ്ഥാനത്തിൽ നമ്മൾ ട്രാമിൽ, പഴയ ട്രാം കേട്ടോ. ഓൾഡ് ഈസ് ഗോൾഡ്. ഇതിൻ്റെ അകത്തുള്ളത് പഴയ ട്രാമിൻ്റെ കാര്യം ഒരു കഥ തന്നെ കേട്ടോ. അങ്ങനെ ആടി വാടി പോവാം. നമുക്ക് പുതിയയിലും കയറണം. അപ്പോഴേ ഇവിടെ ഇനി നമുക്ക് എൻ്റെ ചാർജറിൻ്റെ ഒരു പിന്ന് പോയി അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ വന്ന ഒരു ചാർജിങ്ങൊക്കെ ഇട്ടിട്ടൊക്കെ വരുന്നത്. ഇനി എനിക്ക് അതിൻ്റെ ഒരു പിന്ന് വാങ്ങണം. കേരി ഫോറിൽ പോകാൻ പറ്റുമോ നോക്കണം. അതാണുള്ള അടുത്ത പരിപാടി. പക്ഷെ അതിൻ്റെ ഇടയിൽ ട്രാമിലൊന്ന് കയറിയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം വൈകുന്നേരം ആവാനായി. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നൈറ്റ് ലൈഫ്, എന്താണ് ഫുഡ് സ്ട്രീറ്റ്, എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കണം. റെഡിയല്ലേ? ഒരു നിഗൂഢമായ കോട്ട പോലത്തെ ഒരു സാധനം കേട്ടോ. ഇവർ ബ്രിട്ടീഷുകാരെ പോലെ പണ്ടത്തെ ആൾക്കാരിങ്ങനെ മലമുകളിൽ പലതും ഉണ്ടാക്കി വെക്കും. അറിയാലോ, പണ്ടത്തെ ചരിത്രങ്ങൾ എങ്ങനെയാണ്, അതിൽപ്പെട്ട എന്തോന്നാണിത്. ഡ്രാക്കുള ഹൗസാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഡ്രാക്കുള ഹൗസാണോ ഇത്? ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അൺലിമിറ്റ്. 20 ഇവിടുത്തെ ലേയേ ഉള്ളൂ കേട്ടോ. 20 ലേ എന്ന് പറഞ്ഞാൽ എത്രയായി? 360 റുപ്യ. 360 ചില്ലാണ് ഉറുപ്പ്യ വരുന്നുള്ളൂ. ഫുള്ള് നമുക്ക് മെട്രോയിൽ ഇതിൽ എല്ലാത്തിലും പോകാം. നാളെ എയർപോർട്ടിലേക്കും എനിക്ക് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഫ്രീ ആണെന്ന്. ശരിക്കും ഇവിടെ ടിക്കറ്റൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, അത് വർക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ അടിച്ചു നോക്കുമ്പോൾ. പക്ഷെ എൻ്റെ പിന്നെ വൺ ഡേ ടിക്കറ്റൊക്കെ കയ്യിലുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സ്റ്റേഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നോക്കി നോക്കട്ടെ കേട്ടോ ഇവിടെ എവിടെ നിർത്തുന്നതെന്ന്. പഴയയിലല്ല, നമ്മളിനിട്ട് പുതിയയിലാണ് കയറി. ഇതിലെ പുതിയ വരികയായിരിക്കും അല്ലേ, നോക്കി നോക്കാം. ഒക്കെ നമ്മൾ ഇന്ത്യക്കാരൻ്റെ കേരളക്കാരൻ്റെ സ്വഭാവം കാണിക്കും. ക്രോസ് ചെയ്യും. ഇവർക്ക് സ്ഥലത്ത് നിന്നിട്ടല്ലേ ഇവർ ഇതാവുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും. ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് അതൊന്നും ഒരു വലിയ റിസ്ക് ഒന്നുമില്ല. പുതിയത് വരുന്നുണ്ട് കേട്ടോ. അതിൽ കയറുകയാണ് നമ്മൾ.
മറ്റേത് പഴയത് ഫ്രീ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡൗട്ടുണ്ട്. പഴയതിൽ സ്കാനിങ് ഒന്നും നടന്നില്ല, പുതിയതിൽ നടന്നിട്ടുള്ളൂ. അങ്ങനെ പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം അടിപൊളി വ്യത്യാസമാണ്. ഓക്കെ, നമ്മൾ ടോക്കിംഗ് ആണ്, സംസാരത്തിന് എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ടോന്ന്, ശബ്ദം കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ നമ്മൾ ട്രാമിലും കയറിയിട്ടോ. ഇത് കണ്ടെങ്കിൽ അടിയിൽ ഗ്യാസിൻ്റെതാട്ടോ. ഇത് സെറ്റപ്പാണ്. ഗാർഡനിൽ റോഡിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പല സ്ഥലത്തും വരും ഈ തണുപ്പിൻ്റെ സമയത്ത് ഇതേപോലെ ആവി വിടും കേട്ടോ. അടിയിൽ ഞങ്ങൾ അടിയിൽ ഫയറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ സാധനമാണ് യൂറോപ്പിലേക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കും ഇങ്ങനത്തേനൊക്കെ ഉള്ളതാണ് റഷ്യ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതൊക്കെ റഷ്യയിൽ നിന്നായിരിക്കും അധികം വരുന്നത്, ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ നമ്മൾ ട്രാമിൻ്റെ പൂതി തീർത്തു, ട്രാമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരിഫോറിൽ പോയിട്ട് ഒരു പിന്നൊക്കെ വാങ്ങിക്കണം. അടുത്തത് ലൈനിൽ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കാഴ്ചകൾ എന്തൊക്കെയാണോ നമ്മൾ കാഴ്ചകൾ നോക്കാം. ഇത് കാരിഫോർ അവിടെ ആണോ, അതിൻ്റെ മുകളിലുണ്ടോ? ഇവിടുത്തെ മാളുകളുടെ കാര്യമൊക്കെ വളരെ ശോകമാണ് കേട്ടോ, വളരെ വളരെ ശോകം. നമ്മളെ എങ്ങനെയാണ് ഇപ്പോൾ പറയുക, അതെന്താണിരിക്കും ഇങ്ങനെ ആൾക്കാരൊക്കെ, എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവായതുകൊണ്ടൊട്ടേ ഇരിക്കാം. എന്നാലൊന്ന് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തില്ലേ മോശമല്ലല്ലേ. ഇതൊക്കെയാണ് അവസ്ഥകൾ. മുകളിലൊന്ന് പോയി നോക്കാം. ഇതൊക്കെ പ്രശ്നം എവിടെയെന്നറിയാം, നമ്മൾ ചൈന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഇനി യൂറോപ്പല്ല അമേരിക്കയല്ല എവിടെ പോയാലും ശോകമായിരിക്കും കേട്ടോ. സ്ഥിതി വളരെ ശോകം. കുറേ പൂട്ടിയിട്ടിട്ടുണ്ട്, ആളില്ല, വെറുതെ ഉണ്ടാക്കി വെച്ച എന്തോ സാധനം കേട്ടോ. ഒരു കഥയില്ല കേട്ടോ. ഇവിടെ വെറുതെ നമ്മൾ ടൈം പാസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. തിരക്കൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും സെൻട്രൽ പോയിൻ്റ്. ബസ് സ്റ്റാൻഡ്, പാർക്ക്, മാള്, അണ്ടർപാസ്, മെട്രോ, ട്രാം, ബസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെയാണ് നമ്മളെ എന്തായിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ പേര്, ഒക്കെ വിട്ടു ഒന്ന് തണുത്ത് പറിച്ചിട്ട്. ബുക്കറസ്റ്റ് എന്താ ചെയ്യുക, തണുപ്പ് പറിക്കുമേ. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ കൈകരെ മരവിക്കാണ്. ഇത് നമ്മൾ ബെൽജിയത്തിലും അതേപോലെ ലണ്ടനിലൊക്കെ പറഞ്ഞ മാതിരിയാണ്. കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇതുപോലത്തെ തന്നെയാണ്. ഈ മതിലൊക്കെ നോക്കിക്കൊണ്ട് ഇത് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നേരമുള്ളൂ. എന്താ ഇവരെ കഥ, ആ കാലത്ത് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പൈസയും ഇതൊക്കെ വന്നത്? കാരണം ലോകരാജ്യങ്ങളെ കീഴടക്കി ഭരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നോക്കി നിങ്ങൾ എന്താ ഉണ്ടാക്കി വെച്ചത്? ഇത് എത്ര വർഷമായി, ഇനി എത്ര വർഷം നിൽക്കും അല്ലേ? എത്ര വർഷമായി? നമ്മൾ 1800 ഇതൊക്കെ ആണെങ്കിൽ തന്നെ 100 ചില്ലാനും വർഷമായില്ലേ. ഇനി എത്ര വർഷം നിൽക്കില്ല? 500 വർഷം 600 വർഷമുള്ള ഇപ്പോഴും ഉണ്ട്. ഇങ്ങനത്തെ ബിൽഡിങ്ങിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ കൊടിയുണ്ട്, കുറേ കൊടികൾ. ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയോ സ്ഥാപനങ്ങൾ തന്നെ കേട്ടോ ഇതൊക്കെ. ഇങ്ങനത്തെ കാണുന്ന എല്ലാ ബിൽഡിങ്ങും ഗവൺമെൻറ്റിൻ്റെ എന്തോ ബാങ്ക്, കൗൺസിലേറ്റ്, അങ്ങനെ പല സാധനങ്ങളുമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനത്തെ കൊടികൾ കാണുന്നുണ്ടല്ലോ. ഈ കനാലിൻ്റെ 2 സൈഡിലൂടെയും റോഡുകൾ കണ്ടില്ല നിങ്ങൾ? 2 സൈഡിലെയും റോഡുകൾ, 2 സൈഡിൽ ഇത് പാരീസ് എന്നല്ല, യൂറോപ്പിലെ ഒരുവിധം കൺട്രീസൊക്കെ അത് തന്നെയാണ് സിസ്റ്റം. ഇതാണ് നമ്മളെ നാട്ടിൽ നടപ്പിൽ വരേണ്ടത്, ചെയ്യായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സിറ്റീൻ്റെ കാഴ്ചകളാണ്. തണുത്ത് വിറച്ചിട്ടൊരു നിവൃത്തിയില്ല, കൈ കോച്ചിപ്പോയി. ഈ മൈനസിൽ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഞാൻ തന്നെ കുറേ നടന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. നടന്ന് നോക്കുമ്പോൾ കാറ്റിന് തണുപ്പടിച്ച് ഞാൻ ചൂടായിക്കോളും, നടന്നിട്ട് സ്പീഡിൽ നടന്നാൽ ചൂടായിക്കോളും വിചാരിച്ചിട്ട്, പക്ഷെ നടക്കുന്നില്ല. എന്താ ചെയ്യുക. ബുക്കറസ്റ്റിലെ ഒരു മെയിൻ ഏരിയയിലെ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്ന. ഈ കനാലിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഒക്കെ പഴയ കാലം. ആ കാലത്തുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 2 കുറച്ച് കാലം, ഈ 3 കുറച്ച് കാലമായിട്ടായിരിക്കും. ഈ കോർണർ അല്ലേ, ഒരു വലിയ റൗണ്ട് അപ്പൂട്ട് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഇതിനെ തിരിച്ച് പാലത്തിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരു വലിയ കാഴ്ച തന്നെയാണ്. ഇതിലിതാ നമുക്ക് കാണാവുന്നതാണ് ഈ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. പുതിയ ബിൽഡിങ് വളരെ ദുർലഭമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ 500-400 വർഷം മുന്നുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. വയസ്സന്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് പോകട്ടോ, ഒരു തമ്മിൽ കുത്തിപ്പിടിച്ചിട്ടുള്ള. കാരണം ഇവിടെ ഇങ്ങനെ കൂടിയിട്ട് തണുപ്പത്ത് പഴയ ആൾക്കാർ കണ്ടിട്ട് പോവാം. ഞാനത്
അവരോട് സംസാരിച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ ഞാൻ പോരുമ്പോൾ കൊണ്ട് എടുത്തു പോന്നാ. എടുത്തുന്നത് മോശമല്ലേ, എന്നെ കൊണ്ട് എടുക്കാണ്ടിരുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ബിൽഡിങ്ങിൻ്റെ മിനാരാട്ടോ. എന്താല്ലേ, എന്ത് വലുപ്പാണ്. ഒരു 5 തട്ട് ബിൽഡിങ്ങിൻ്റെ മേലുള്ള ഹൈറ്റ് അതിന് തന്നെ ഉണ്ട്. ഇതൊരു വേറെ തന്നെ വ്യൂ ആട്ടോ. ഇവിടുന്ന് കണ്ടില്ല നിങ്ങൾ, പാർലമെൻറ്റിൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് പാരീസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നുമല്ല. അത് വലിയൊരു സംഭവമാണ്. പക്ഷേ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ളത് തന്നെയല്ലേ. നോക്കി, ഇതൊന്നും പുതിയ ബിൽഡിങ്ങുകളല്ല കേട്ടോ. കണ്ടോ, ഈ സൈഡ് 2 സൈഡും ഇത് പണ്ട് തന്നെ ഉണ്ടായിരുന്ന ആ പാർലമെൻറ്റിൻ്റെ, അതായത് പാലസ് ഉള്ള കാലത്ത് ഉള്ള നമ്മൾ ലണ്ടനിലൊക്കെ കാണുന്നത് പോലുള്ള സംഭവം തന്നെ കേട്ടോ. അങ്ങനെ വിൻ്ററിൽ ഈ തണുപ്പ് കാലത്തുള്ള യാത്ര കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ നിവൃത്തിയില്ല, എന്തായാലും നമ്മൾ ടാർഗറ്റ് ചെയ്തതാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലവുകൾ കുറഞ്ഞ് കിട്ടുക. പിന്നെ അപ്പം നമ്മൾ മലബാർ ടു ലണ്ടൻ ഇത് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം എൻ്റെ ഷെങ്കൻ വിസ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഷെങ്കൻ വിസ തീരാനായതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഞാൻ പിന്നെ മറ്റ് രാജ്യങ്ങളൊന്നും പോകാൻ ബാക്കിയില്ലായിരുന്നു. 27 കൺട്രീസും ഞാൻ മുമ്പ് പോയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത് ബൈ റോഡിൽ ബൾഗേറിയയും റൊമാനിയയും ആഡായപ്പം ഒന്ന് അതുകൂടി വിസിറ്റ് ചെയ്യണം തോന്നി വിസ തീരുന്നതിൻ്റെ മുമ്പ്. അങ്ങനെയാണ് ഞാൻ ബാൽക്കൻ കൺട്രീസ് കൂടി ആഡ് ചെയ്യുന്നത്. ബാൽക്കൻ കൺട്രീസ് UK വിസയും US വിസ, ഓസ്ട്രേലിയൻ വിസ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള എൻട്രീസാണ് ബാൽക്കൻ കൺട്രീസിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പുകൊണ്ട് എഫക്റ്റ് ചെയ്തിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഈ യാത്രയ്ക്ക് ഉള്ള ഒരു പ്ലാനിങ് ഇട്ട്. പിന്നെ ഫുഡ് ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 നേരം അല്ലെ 2 നേരം കഴിക്കുന്നത് നാട്ടിൽ തന്നെ ചില സമയങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യാത്രയിൽ അതുകൂടി കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ചിലവിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റൂമിൻ്റെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഫുഡേ എനിക്കുള്ളൂ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഫുഡോ കാര്യങ്ങളോ ഇല്ല. യാത്ര കഴിയുന്നത്ര നടക്കും. അപ്പോൾ ഓരോരോ ചിലവുകൾ അനാവശ്യമായിട്ട് നമുക്ക് വരുന്ന ചിലവുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ചിലവുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ചിലവുകൾ എങ്ങനെയാണ് നമുക്ക് കൂടാൻ സാധ്യതകളുള്ളത്. ഡ്രാക്കുള ഹോമാണ് കേട്ടോ, ഡ്രാക്കുള ഹോം കണ്ടില്ല നിങ്ങൾ. ഡ്രാക്കുള ഹോമിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഡ്രാക്കുള ഹോമിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നൈറ്റിൽ ചിലപ്പോൾ വ്യൂ കിട്ടുമെങ്കിൽ നമുക്കൊന്ന് പോയിട്ട്, അങ്ങനെ നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ രാജ്യങ്ങളിൽ നമുക്കൊരു പരിധിയുണ്ട് സ്ഥലങ്ങൾ കാണാനും വ്യത്യാസങ്ങളൊക്കെ. പല രാജ്യങ്ങളും സഞ്ചരിച്ച് കാണുന്ന ആൾക്കാർക്ക് ചില സംഗതികൾ ഒരു തുടക്കത്തിൽ കാണുന്നത് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും ഭംഗിയോ കാര്യങ്ങളോ ഒന്നും ആസ്വദിക്കാണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ബുക്കറസ്റ്റ് എന്ന് പറഞ്ഞ റൊമാനിയയിലെ സ്ഥലം നമ്മൾ വേറെയുള്ള രാജ്യത്ത് കണ്ടതിനെക്കാട്ടി കൂടുതലൊന്നുമില്ല ഇവിടെ അതിൽ കുറവേ ഉള്ളൂ എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്കൊന്നൊരു പുതുമ ആ കാര്യത്തിലില്ല. അപ്പോൾ അതുപോലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് റൂംസും കാര്യങ്ങളൊക്കെ എടുത്ത് അനാവശ്യമായിട്ട് സമയവും ദിവസവും നശിപ്പിക്കാന്നല്ലാണ്ട് നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നൈറ്റ് ലൈഫ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതുകൂടി എടുക്കട്ടോ. നാളെ നമ്മൾ എവിടേക്കാണ്? അൽബേനിയ.